Praise the Lord. Amen. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May God's name be glorified. എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തുയേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. Loving greetings to each and every one of you in the precious and matchless name of our Lord and Savior Jesus Christ. ഇന്ന് നാം കേട്ടതുപോലെ പ്രിയ ഐസക്കിന്റെ സ്നാന ശുശ്രൂഷ നടക്കുകയാണ്. And as we heard this morning, the baptism service of our dear brother Isaac is going to take place, God willing. നാം പ്രമാണിച്ചു വരുന്ന സകല കാര്യങ്ങളുടെയും അടിസ്ഥാനം ഈ തിരുവെഴുത്താകിയാൽ ഇന്ന് പോൽക്കാലം സാധാരണ നാം ചെയ്യുന്നത് പോലെ നാം എന്ത് കാര്യം ചെയ്താലും അതിനു മുമ്പായി ദൈവവചനത്തിൽ നിന്ന് അതിനെക്കുറിച്ച് പ്രസ്താവിക്കുക സാധാരണമാണ്. The foundation of everything that we do is the word of God. So before we do anything, we want to talk about what the word of God talks about that. അതുകൊണ്ടാണ് എത്ര സമയമില്ലെങ്കിലും കർത്താവിന്റെ മേശ ആചരിക്കുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നാം അല്പസമയം ദൈവവചനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. And that's why even though we may not have the necessary time, even before the Lord's table, we take time to talk about it from the word of God. ഇന്ന് പകൽക്കാലം വളരെ സന്തോഷമുള്ള ഒരു പകൽക്കാലമാണ്. കാരണം നമുക്കറിയാം കമ്മ്യൂണിസം മുതൽ ഫെമിനിസം വരെ ഈ ലോകത്ത് ഒത്തിരി ഇസങ്ങളുണ്ട്. And there are so many isms in this world, from communism to feminism. പക്ഷെ ദൈവം അപ്രൂവ് ചെയ്തിരിക്കുന്ന രണ്ട് ഇസമേ ഉള്ളൂ. അത് ഒന്ന് ബാപ്റ്റിസം, മറ്റൊന്ന് ഇവാഞ്ചലിസമാണ്. And there are only two God appointed and ordained isms, and that one is baptism and the other is evangelism. അതുപോലെ തന്നെ ക്രിസ്തീയ ഗോളത്തിൽ ഒത്തിരി ആചാരങ്ങളുണ്ട്, ക്രിസ്മസ് ഉൾപ്പെടെ. There are so many rituals and so many celebrations in this world, even in the Christian realm. എന്നാൽ ദൈവം അപ്രൂവ് ചെയ്തിരിക്കുന്ന ദൈവസഭയ്ക്ക് ആചരിക്കാൻ കൊടുത്തിരിക്കുന്ന രണ്ട് കർമ്മങ്ങൾ, ഒന്ന് സ്നാന ശുശ്രൂഷയും മറ്റൊന്ന് കർത്താവിന്റെ മേശയുമാണ്. But two sacraments that the word of God asked the people of God to observe is one, baptism, and two, the Lord's table. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇത് രണ്ടും ചെയ്യുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നതോർത്ത് തിരുനാമത്തെ വാഴ്ത്തുന്നു. And I thank God because God has given us the opportunity and the privilege to do that this morning. സ്നാന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. And we are before you to bring before you some word of God or the scriptures in connection with baptism. ഒന്നാമതായി നമുക്ക് റോമാലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. Romans chapter 6 verses 1 onwards. ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്നും വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവേ. The verses that we read were Romans chapter 6 verses 1 through 11. അതുപോലെ സ്നാനത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നിന്നുള്ള രണ്ട് സാദൃശ്യങ്ങള് അതുകൂടി ഒന്ന് വായിക്കുവാനും ഞാൻ താല്പര്യപ്പെടുന്നു. And there are two examples from the Old Testament as well. ഒന്നാമത് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 Corinthians chapter 10 verses 1 onwards. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തില് സമുദ്രത്തില് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു.
അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The verses that we read was 1 Corinthians chapter 10 verses 1 through 5. അതുപോലെ മറ്റേ ഒരു സാദൃശ്യം കൂടി പഴയ നിയമത്തിൽ നിന്ന് സ്നാനത്തോടുള്ള ബന്ധത്തിലുള്ളത്. And there is one more example that we want to give from the Old Testament. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യം. 1 Peter chapter 3 verses 20 and 21. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവനെ കീഴ്പ്പെട്ടുമിരിക്കുന്നു. The verses that we read was 1 Peter chapter 3 verses 20 through 22. അനുഗ്രഹിക്കപ്പെട്ട ഈ വേദഭാഗങ്ങൾക്കായി തിരുനാമത്തെ വാഴ്ത്തുന്നു. We praise God for these blessed words of the living God. ധാരാളം വേദഭാഗങ്ങൾ സ്നാനത്തോടുള്ള ബന്ധത്തിലുണ്ട്. സമയക്കുറവുണ്ട്. ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. Because of the brevity of time, we just brought only a few scriptures, relevant scriptures in connection with baptism this morning. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, അവരെ അനുഗമിച്ച പാറയിൽ നിന്നുള്ള അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. And they drank from the rock that they followed them, and that rock was Jesus Christ, and that is what you see in the book of Corinthians. നോഹയുടെ ജലപ്രളയത്തെ കുറിച്ച് നാം വായിച്ചു. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ആ ന്യായവിധിയുടെ ജലപ്രളയത്തിൽ മുങ്ങിപ്പോയി. പക്ഷേ ആ പെട്ടകത്തിലിരുന്ന 8 പേര് മാത്രം രക്ഷപ്പെട്ടു. ആ പെട്ടകം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. We also read about the flood at the time of Noah. All the people were judged by God and they all perished in that flood, but there were 8 people including Noah that were inside the ark, and they were able to be saved, and that ark represents Jesus Christ. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. One thing that is very crystal clear from the word of God, under the heavens, on the face of the earth, there is no other name other than the name of Jesus whereby man shall be saved. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. There is no condemnation for anyone who is in Christ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. And if one person is in Christ, he is a new creation and the old is gone. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ദൈവവചന പ്രകാരം സ്വർഗത്തിലേക്ക് എത്തുവാൻ ഒരേ ഒരു ലാഡർ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. So according to the word of God, there is only one ladder through which we can enter into the heaven, and that ladder is Jesus Christ and nobody else. അതാണ് യാക്കോബ് കണ്ട ഗോവണി. And that was the ladder that Jacob saw in Luz. ഈ ലോകത്ത് കാലാകാലങ്ങളായി അനേക മത നേതാക്കന്മാരും മതങ്ങളും എല്ലാം ഒത്തിരി ഗോവണികൾ പണിതിട്ടുണ്ട് സ്വർഗത്തിലേക്ക്. And during this contemporary times, many theologians, many people of this, many religions have built many ladders to get into the presence of God. സ്വർഗത്തോളം എത്തുവാൻ ബാബേൽ ഗോപുരം പണിത കാലം മുതൽ തുടങ്ങിയതാണത്. And it started from the time that people started building a tower of Babel to get into the presence of God. എന്നാൽ മനുഷ്യനുണ്ടായി 4000 വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി വന്ന് യേശു ക്രിസ്തു പറഞ്ഞു, ഇന്ന് വരെ ഒരുത്തനും അങ്ങോട്ട് എത്തിയിട്ടില്ല. But from the time that man was born, Jesus Christ was born 2000 years ago, he said nobody has been able to enter into the presence of God. അതുകൊണ്ട് ദൈവം നമുക്ക് സ്വർഗത്തിൽ എത്തുവാൻ ഇറക്കി തന്ന ഗോവണിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. So the ladder that was lowered from heaven into the earth is Jesus Christ. അപ്പോൾ റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത് സ്നാനം ഏറ്റത് യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ്. So in the book of Romans we read that we took the water baptism to be joined to Christ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം, we have been baptized to be joined to Christ. അപ്പോൾ ഈ ഒരേ ഒരു രക്ഷകനായ ഒരേ ഒരു ഗോവണിയായ ഈ യേശു ക്രിസ്തുവിനോട് നമ്മെ യുണൈറ്റഡ് ആക്കുന്ന, നമ്മെ ചേർക്കുന്ന ഒരേ ഒരു കാര്യം ഈ സ്നാനമാണ്. So the only thing that unites us to Jesus Christ, who is able to take us to the presence of God, is through baptism.
അപ്പൊ നമ്മൾ വായിച്ച ഈ വേദഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഒന്ന് സ്നാനം പെന്തക്കോസ്തിൽ ചേരാനല്ല. And one thing that we want to very clearly tell, that baptism is not to be joined to the Pentecostal denomination. അതുപോലെ സ്നാനം സാധാരണ നമ്മൾ കുളിക്കുന്ന പോലെ ജഡത്തിന്റെ അഴുക്ക് കളയാനായിട്ടുള്ളതുമല്ല. And also baptism is not like taking a shower whereby we take the impurities of our body out. പിന്നെയോ സ്നാനം യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ്. Baptism is to be joined to Christ. മറ്റൊരു വഴിയും ദൈവം വെച്ചിട്ടില്ല. There is no other way that God has commanded. അപ്പൊ ഒന്ന് ഈ വേദഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് സ്നാനം യേശു ക്രിസ്തുവിനോട് So ചേരുവാനാണ്. the word of God very clearly tells us that the baptism is to be joined to Christ. മറ്റൊരു കാര്യം നമ്മൾ വായിച്ച റോമാലേഖനത്തിൽ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്, And another thing that we can read from the book of Romans, യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാനാണ് സ്നാനം. and the baptism is to be conformed to the death, the burial and the resurrection of Jesus Christ. ആക്ച്വലി മലയാളത്തിൽ ഏകീഭവിക്കുവാൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ യുണൈറ്റഡ്, അത് കുറേം കൂടി പവർഫുൾ ആണ്. And the word is united to the death, burial and resurrection. എന്ന് പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ടു, നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. And Jesus Christ 2000 years ago died for our sins, and he was buried for our sins, and for our righteousness he resurrected into the presence of God. ഇത് ഒരു ചരിത്ര സത്യമാണ്. And this is a historical truth. എന്ന് പറഞ്ഞാൽ ദൈവവചന പ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിനോട് ചേർത്ത് ആണി തറച്ചപ്പോൾ നമ്മെ കൂടിയാണ് ആണി So തറച്ചത്. when Jesus Christ was nailed to the cross, we were also joined to that as we were nailed to him. യേശു ക്രിസ്തു മരിച്ചപ്പോൾ നാമും അവനോടുകൂടെ മരിച്ചു. So when Jesus died, we also died with him. യേശു ക്രിസ്തുവിനെ കല്ലറയിൽ അടക്കിയപ്പോൾ നമ്മെ കൂടിയാണ് അടക്കിയത്. Jesus was buried in the tomb, and we were also buried with him. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നാമും അവനോട് ചേർന്ന് ഉയർത്തെഴുന്നേറ്റു. Jesus, when he resurrected, we also resurrected with him. ഇതാണ് സത്യം. This is truth. ഈ അധ്യായത്തിന്റെ 23-ാം വാക്യം നമ്മൾ വായിക്കുന്ന പാപത്തിന്റെ ശമ്പളം മരണമാണ്. And the word of God in the 23rd verse of the same chapter we read, the wages of sin is death. നമ്മളെല്ലാവരും പാപികളാണ്. We are all sinners. നമ്മുടെ ശിക്ഷയാണ് മരണം. And the wages of, or the punishment of a sin is death. യേശു ക്രിസ്തു ഒരു പാപവും ചെയ്തിട്ടില്ല. Jesus never did any sin. പക്ഷെ യേശു ക്രിസ്തു മരിച്ചത് നമ്മുടെ പാപത്തിന്റെ But ശിക്ഷയായിട്ടാണ്. Jesus died in our place as taking the punishment of our sin. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണവും അടക്കവും പുനരുത്ഥാനവും നമുക്ക് വേണ്ടിയിട്ടായിരുന്നു, നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടായിരുന്നു, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടായിരുന്നു. So the death, the burial and resurrection of Jesus Christ was a substitutionary death for our life. അതുകൊണ്ട് ദൈവം പറഞ്ഞു, And that's why God said, നിങ്ങൾ ഇനി ക്രൂശെ കയറണ്ട, you don't have to go to the cross anymore. നിങ്ങൾ ഇനി മരിക്കണ്ട, You don't have to die anymore. നിങ്ങൾ പാപത്തിന് വേണ്ടി മരിച്ചിനി അടക്കപ്പെടണ്ട, You do not have to die to the sin literally and to be buried. ഇതെല്ലാം നിങ്ങൾക്ക് പകരം യേശു ക്രിസ്തു ചെയ്തു. And Jesus did that all for us. അത് സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ അതിനോട് യുണൈറ്റഡ് ആകാൻ, ഏകീഭവിക്കാൻ ഈ വെള്ളത്തിൽ മുങ്ങി ഒന്ന് പൊങ്ങിയാൽ മതി. So in order for you to appropriate that, to make it yours, to own it, all you need to do is to bury yourself symbolically in the waters of baptism. നിങ്ങൾക്കറിയാമോ, ഒത്തിരി പേരെ ഇതിൽ നിന്ന് അകറ്റിക്കളയുന്നതിന്റെ ഒരു കാരണം, One of the main reasons why many people are being turned away from it, ഇത് ഇത്ര സിമ്പിൾ ആയതുകൊണ്ടാണ്. because this ritual is very simple. സീരിയസ് ആയിട്ടുള്ളത് വല്ലതും ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് If it നോക്കിയേനെ. was something more serious than that, we would have tried it. നിങ്ങൾ 2 രാജാക്കന്മാർ പുസ്തകം 5-ാം അധ്യായത്തിൽ ഒരു സ്റ്റോറി നിങ്ങൾക്കറിയാമല്ലോ. 2 Kings chapter 5, we know the story, right? ആരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ, Naaman, the soldier of Aram, the king of Aram, നയമാൻ കുഷ്ഠരോഗിയാണ്. and he is a leper. ഇസ്രായേൽ ദേശത്ത് നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരു ബാല്യക്കാരി പെൺകുട്ടി ആ വീട്ടിലുള്ളവള് പറഞ്ഞു, And a servant girl that was inside the house, who was actually a captive. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, There is a prophet in Israel. നമ്മുടെ യജമാനായ നയമാൻ അവിടെ പോയിരുന്നെങ്കിൽ ഇതിനൊരു പരിഹാരം If വരുമായിരുന്നു. Naaman, our master, went there, he would have been able to get the reconciliation for the problem. നയമാൻ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ റിലീജിയസ് വേയിൽ ഒരു അപ്രോച്ച് The നടത്തി. same way as we do, Naaman did a religious approach. രാജാവിന്റെ അടുക്ക ചെന്ന്
ഭരിക്കുന്ന ഇസ്രായേൽ രാജാവിന് റെക്കമെൻഡേഷൻ ലെറ്റർ മേടിച്ചു. And he got the recommendation letter from the king first. 10 താലന്ത് വെള്ളി, പൊന്ന് 6000 ശേക്കല് വെള്ളി, 10 കൂട്ടം വിശേഷ വസ്ത്രം. And he had a lot of goodies that he took with him. വലിയ ആഘോഷമായിട്ട് ഇസ്രായേലിലേക്ക് So in ചെന്നു. a celebrant way, he goes to the land of Israel. പക്ഷെ അത് അവസാനിച്ച് എങ്ങനെയാ നമുക്കറിയാം. ഒടുവിൽ എലീശ പ്രവാചകന്റെ അടുക്കലെത്തി. And then finally ended up in front of Elisha the prophet. എലീശ പ്രവാചകൻ പറഞ്ഞു, കാണാൻ പോലും കൂട്ടാക്കിയില്ല, പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിയിട്ട് പോകാൻ. Elisha didn't even bother to go and meet him. He said, ask him to go and dip himself 7 times in the river Jordan. നയമാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. And Naaman became so angry. ഇസ്രായേലിന് ഒരു സിനഗോഗ് പണിത് കൊടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ If ചെയ്യുമായിരുന്നു. you wanted me to build a synagogue, a Jewish synagogue in Israel, I would have done that. എന്റെ കുഷ്ഠരോഗം മാറ്റാൻ എന്തെങ്കിലും എനിക്ക് പ്രാപ്തിയുള്ളത് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് According to ചെയ്യുമായിരുന്നു. my ability, if you had asked me to do something so that I can be relieved of my leprosy, I would have done it. താൻ മടങ്ങി പോകുന്ന സമയത്ത് ഭൃത്യന്മാര് വന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് And ഉണ്ട്. there is a statement that the servants of Naaman told him as he is returning, refusing to do what Elisha asked him to do. പ്രവാചകൻ വലിയൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നീ ചെയ്യുകയില്ലായിരുന്നോ? Wouldn't you have done a greater, more serious thing had the prophet asked you to do though? പിന്നെ ഈ ചെറിയ ഒരു കാര്യം പറഞ്ഞത് എന്തുകൊണ്ട് അനുസരിച്ചുകൂടാ? He asked you to do something very simple. Why can't you do it? താനെ കൺവിൻസ്ഡ് ആയി. നമുക്കറിയാം, യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിയ കുഷ്ഠരോഗം That സൗഖ്യമായി. statement convinced Naaman. He went and dipped himself 7 times and he got relieved of his ഈ leprosy. ലോകത്തിലെ ലക്ഷക്കണക്കിന് റിലീജിയസ് ആയിട്ടുള്ള ആളുകളെ അകറ്റി നിർത്തുന്നത് ഇത്ര സിമ്പിൾ ആയതുകൊണ്ട്. One of the major things why many people were so religious about the things that they do is because baptism is a very simple thing that God asked us to do. ഇത് ഇതുപോലെ സൗജന്യമായതുകൊണ്ട്. And also it is given to us very freely. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് തന്നതും ഇത് സൗജന്യമാക്കി തന്നതും ഒരുത്തൻ ഇതിനു വേണ്ടി വലിയ വില കൊടുത്തത് കൊണ്ടാണ്. But one thing do not forget, dearly beloved, because it is free, because and also it is simple because one person paid a heavy price for us. മറ്റ് ഒരു കൂട്ടരെ ഇതിൽ നിന്ന് അകറ്റിക്കളയുന്നതിന്റെ റീസൺ ഞാൻ മനസ്സിലാക്കിയത്, Another thing that I've understood that prevents people from moving away from it. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. John's Gospel chapter 12 we can read. പ്രമാണികളിൽ പലരും ഇതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കി. A lot of scribes, a lot of major religious people understood that there is true. പക്ഷെ പള്ളി ഫ്രഷരാകാതിരിക്കാൻ വേണ്ടി അവര് ഏറ്റുപറഞ്ഞില്ല. But they did not want to be excommunicated. They did not want to be mocked at by the people in the church. എന്നിട്ട് പരിശുദ്ധാത്മാവോടെ ഇങ്ങനെ എഴുതി. And then the Holy Spirit wrote like this. അവരെ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. And they loved the honor of men than the honor of God. എല്ലാ കാലത്തും സാധാരണഗതിയിൽ സമൂഹത്തിലെ സാധുക്കളായ ആളുകളാണ് വളരെ പെട്ടെന്ന് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യും, രക്ഷിക്കപ്പെടുക, സ്നാനമേൽക്കുകയൊക്കെ ചെയ്യുന്നത്. If you look at the history of the church, you can understand that poor people, illiterate people didn't have much of an honor in the society, were the first to jump into the baptism. യോഹന്നാൻ സ്നാപകൻ വന്ന് സ്നാനത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ചുങ്കക്കാരും പാപികളും എല്ലാം ഓടി വന്ന് ലൈൻ നിന്ന് സ്നാനപ്പെട്ടു. And when John the Baptist was preaching about the baptism of repentance, the people were the tax collectors, the sinners came first to get baptized. എന്നാൽ പ്രമാണികളെല്ലാം മാറി നിന്നു. But many of the scribes and the Pharisees were standing aside. കാരണം അവരുടെ അഭിമാനത്തിന് ചേർന്നതല്ല ഈ പണി എന്ന് പറയുന്നത്. They did not want to be conformed to this ritual because that did not go with the elite nature of their life. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇന്നലെ പ്രിയ സ്റ്റാൻലി പറഞ്ഞതുപോലെ ഈ ബാല്യം മുതൽ ന്യായപ്രമാണം അനുസരിച്ച് നടന്ന ഈ പ്രമാണിമാരെല്ലാം നരകത്തിലേക്ക് പോയപ്പോൾ ജീവിതകാലം മുഴുവൻ കള്ളനും കവർച്ചക്കാരനുമായിട്ട് ഇരുന്ന മനുഷ്യൻ ഒറ്റ പ്രാർത്ഥന കൊണ്ട് പരദീസയിലേക്ക് പോയി. That's why, as Brother Stanley said last night, when all the people who were reading the scriptures and following the religious rituals of the word, and they lived that life that supposedly was pleasing to God, they all ended up in hell. But the one person who lived an entire life of robbery, on the cross he repented and he prayed one prayer
and he went into the presence of God. പക്ഷെ ഇന്ന് പകൽക്കാലം അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, സ്നാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന ക്യൂവിൽ ഒരിക്കൽ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ നമ്മുടെ കർത്താവ് നിന്ന ക്യൂ ആണിത്. Oh, dearly beloved in Christ, let me tell you with so much privilege and pride in my heart that the same queue, the same line that you and I are going to be standing in for the baptism is the same line where the creator of the entire universe, Jesus Christ, also stood. സ്നാനത്തിന് വേണ്ടി ലൈൻ നിൽക്കുമ്പോൾ നമുക്കുള്ള അഭിമാനം, നമുക്ക് മുമ്പ് ഇതുപോലെ ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിന്ന ക്യൂ ആണിത്. As we stand in line for the baptism, the greatest privilege that you and I have is that Jesus once stood in front of that line. ഒരു ദിവസം വരും അന്ന് യേശുക്രിസ്തു നമ്മെ ഒന്ന് ഏറ്റു പറയുവാൻ വേണ്ടി നമ്മൾ കൊതിക്കുന്ന ഒരു ദിവസം ന്യായാസനത്തിന്റെ There മുമ്പിൽ. will one day be a day of reckoning, on the day of judgment that we desire, we yearn, we have so much of yearning within us that Jesus will confess us. അതുകൊണ്ട് ഇന്ന് അവനെ ഏറ്റു പറഞ്ഞാൽ അന്ന് അവൻ പിതാവിന്റെ മുമ്പിൽ നമ്മെയും ഏറ്റു പറയുമെന്നാണ് ആ സുവിശേഷത്തിൽ നമ്മൾ So what വായിക്കുന്നത്. we read from the scriptures and we understand the scriptures that if we are willing and humble to confess him today, he will confess us and he will own us up on that day of reckoning. മറ്റൊരു ഗ്രൂപ്പ് ആളുകളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യം യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, അവര് വെളിച്ചത്തേക്കാൾ ഇരുളിനെ And the സ്നേഹിച്ചതുകൊണ്ട്. third group in the 3rd chapter of the book of John, Jesus himself said that they desire to love darkness more than the light. എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ താലോലിക്കുന്ന, ഓമനിക്കുന്ന, വിട്ടുകളയാൻ കൂട്ടാക്കാത്ത പാപങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. There are so many sins, so many things that they hold on to so much dearly in their life that they do not want to leave them alone. അവര് ആർഗ്യുമെന്റ് ഒക്കെ നമ്മളോട് നടത്തി, ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്നായി പറയുന്നത്. I'm speaking from my experience. അവര് ആർഗ്യുമെന്റ് ഒക്കെ പറയും, ഒരിക്കൽ ഞങ്ങൾ സ്നാനപ്പെട്ടതാണ്, ബന്ധക്കൊസ്തുകാരെല്ലാം കള്ളന്മാരാണ്, ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ് എല്ലാം ഒത്തിരി അവര് പറയും. And they will say a lot of arguments about why we shouldn't get baptized. പക്ഷെ അതെല്ലാം ഒരു പുകമറയാ. But that is all a smoke screen that they create. സത്യം എന്ന് പറയുന്നത് അവര് പാപത്തിൽ ജീവിക്കുന്നു, അത് വിട്ടുകളയാൻ അവർക്ക് The truth of മനസ്സില്ല. the matter is that they live in sin and they do not want to reject it. വേറൊരു കൂട്ടരുണ്ട് എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടത്. And there is a fourth group that I've seen in my experience. അവര് കുറെ കൂടി സിൻസിയറാ. And they are more sincere than them. അവരുടെ ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഈ പറയുന്ന പോലെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? And after taking water baptism, can we really live a life that is holy? ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട്. And there is a relevance to that. 613 ന്യായപ്രമാണ കൽപ്പനകൾ പഴയ നിയമത്തിലുണ്ട്. There are 613 commandments in the Old Testament. പുതിയ നിയമത്തിൽ 1100 പ്രമാണങ്ങളുണ്ട്. But there are 1200 commandments in the New Testament. പഴയ നിയമത്തിൽ അവർക്ക് ആർക്കും ഇത് ചാടിക്കടക്കാൻ കഴിഞ്ഞിട്ടില്ല. In the Old Testament, nobody was able to get over the hurdles of the law. പിന്നെ എങ്ങനെ പുതിയ നിയമത്തിൽ നമുക്ക് കഴിയും? But then how can we do that in the New Testament? എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കഴിയില്ല, പക്ഷെ നമ്മളോട് കൂടെ ഒരുവനുണ്ട് ഇത് ചാടിക്കടക്കുമാറാക്കുന്നവൻ. You and I cannot do it on according to our own might, with our own might, but there is one who stands with us, the one who goes with us, who empowers us along with us. നമ്മൾ വായിച്ച ഈ റോമലേഖനം വായിച്ച ആ ഭാഗത്ത് In the book of Romans that we read, സ്നാനത്തെ കുറിച്ച് മാത്രമല്ല, സ്നാനപ്പെട്ടവര് എങ്ങനെ അവർക്ക് പാപം ചെയ്യാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാം എന്നുള്ളതിന്റെ ഒരു മിസ്റ്ററി കൂടി ഇവിടെ. there is a mystery not only about the baptism but also about how we can live a holy life without doing any sin. ആ ഭാഗത്തേക്ക് കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. I do not want to get into that this morning. ഇന്ന് പോൽക്കാലം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കണ്ടതുപോലെ കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാനാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. So baptism is to be united to the death, burial and resurrection of Jesus. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചല്ലോ പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച്. And we read from the book of Corinthians about the Old Testament Israel. അവർ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു. And they were redeemed by the blood of the lamb that was slain on the day of Passover. ഫറവോൻ അവരെ വിട്ടയച്ചു. And Pharaoh let them go of the land of എന്നിട്ട് Egypt. അവിടെ വായിക്കുന്ന അവർ ചെങ്കടൽ കടന്ന് മോശയോട് ചേർന്നു. And they crossed over the Red Sea and joined to Moses. എന്ന് പറഞ്ഞാൽ ചെങ്കടൽ ക്രോസ്
ക്രോസ് ചെയ്തപ്പോഴാണ് അവർ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത്. So their redemption or deliverance from Egypt was after they crossed over the Red Sea. ചെങ്കടൽ അവരുടെ എമിഗ്രേഷൻ പോയിന്റ് ആയിരുന്നു. And so the Red Sea was their emigration point. രണ്ട് കാര്യം അവിടെ നടന്നത്. ഒന്ന്, അവർ ഈജിപ്തിന്റെ ടെറിട്ടറിയിൽ നിന്ന് പുറത്തു കടന്നു. So the two things that happened was, one, they emigrated out of the territorial point of Egypt. രണ്ടാമത്തെ കാര്യം ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഫറവോനും അവന്റെ സൈന്യത്തിന് ഇനി അവരെ പിന്തുടരാൻ സാധ്യമല്ല. And the second thing is that Pharaoh and his army cannot follow them anymore. അതിന്റെ കാരണം എന്താ? ഫറവോന് 600 വിശിഷ്ട രഥങ്ങളും അനേക എണ്ണമില്ലാത്ത രഥങ്ങളും വലിയ സൈന്യവുമുണ്ട്. And Pharaoh has 600 major chariots and many other minor chariots and also many soldiers with him. പക്ഷെ ഈ ചെങ്കടലിലെ ഫറവോന്റെ സകല ശക്തിയെയും ദൈവം നശിപ്പിച്ചു കളഞ്ഞു. But God put to naught every power of Pharaoh in the Red Sea. അതുകൊണ്ട് ഇവരുടെ മേൽ ഇവരെ പിന്തുടരാൻ ഇവർക്ക് ശക്തിയില്ല. And so Pharaoh and his army are no longer able to follow the people of Israel anymore. ഇവിടെ 7-ാം വാക്യം നമ്മൾ വായിച്ച അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. So in chapter 6 verse 7 of the book of Romans we read that the one who has been dead to sin has been delivered from sin. പിശാചിന് നമ്മുടെ നേരെയുള്ള ഏക ആയുധം എന്ന് പറയുന്നത് നമ്മുടെ പാപമാണ്. The one weapon that the enemy has against us is the sin that we have committed. പാപത്തിന് പരിഹാരം വന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പിശാച് നിരായുധനാണ്. If the deliverance of sin has taken place, the enemy is armless in front of us. പിന്നെ പിശാചിന് നമ്മെ ഒന്നും ചെയ്യാൻ The കഴിയില്ല. enemy cannot do anything to us anymore. നമ്മുടെ പാപത്തിന് പരിഹാരം വരുന്നത് ഇവിടെയാണ്. And the redemption or the deliverance of our sin takes place there. ഇവിടെ നമ്മുടെ പാപത്തിന് പരിഹാരം വന്നു കഴിഞ്ഞതുകൊണ്ട് പിശാചിന് നമ്മെ പിന്തുടരുവാൻ ഇനി And സാധ്യമല്ല. because we've been delivered from our sin, the enemy cannot follow after us. അവന്റെ ടെറിട്ടറിയിൽ നിന്ന് നമ്മൾ പുറത്തു കടന്നു. We have been emigrated out of the territory of Satan. യേശു ക്രിസ്തുവിനോട് നാം ചേർന്നു. We have joined to Jesus Christ. കാരണം ഒരു കൊലപാതകം ചെയ്താലും 9 കൊലപാതകം ചെയ്താലും മരണശിക്ഷയില്ല, അപ്പുറത്തൊരു ശിക്ഷയില്ല. One murder or 9 murders, the biggest, the capital punishment or the punishment by death is the maximum that we can get. കാരണം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പേരിലുള്ള എല്ലാ കുറ്റപത്രങ്ങളും മടക്കും. And once a person is dead, every accusation against him will be completely taken out. ഇവിടെ പറയുന്ന യേശു ക്രിസ്തു മരിച്ചപ്പോൾ അവനോടുകൂടെ നാമും മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മേൽ ഇനി യാതൊരു ചാർജുമില്ല. So when Jesus died, if we also died with him, there is no more charge sheet upon us. രണ്ട് ഓപ്ഷനാ ഒരു പാപിക്കുള്ളത്. So a sinner has two options. ഒന്നുകിൽ അവന്റെ പാപത്തെ യേശു ക്രിസ്തുവിന്റെ മേൽ വെക്കുക, അതിന്റെ ശിക്ഷ യേശു ക്രിസ്തു അനുഭവിച്ചു. One option is to put our sin upon Jesus and he takes the punishment of our sins. അല്ലെങ്കിൽ അവന്റെ പാപം അവൻ തന്നെ ചുമക്കുക, ഒടുവിൽ ഒരു ദിവസം ദൈവത്തിന്റെ ന്യായവിധിയിലേക്ക് പോകുക. The second option is to carry our sins ourselves and one day stand before God in accountability. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു എന്ന് വിശ്വസിച്ച് പൗലോസ് അപ്പോസ്തലനോട് അനന്യാസ് ചെന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് സ്നാനപ്പെട്ട് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. And very easily as Ananias comes to Paul and he says that believe in Jesus Christ, put all your sins before him and then take water baptism and wash away your sins so that you can walk in the newness of life. സമയക്കുറവുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കിക്കൊണ്ടുവരികയാണ്. And let me cut short my words because of the brevity of time. നിങ്ങൾ എത്ര വേണമെങ്കിലും ആർഗ്യുമെന്റ് ചെയ്തോ, Whatever be the argument that you do, എത്ര വേണമെങ്കിലും വാദിച്ചോ, whatever be the debate that you would do, ഇന്നിപ്പോ ഇവിടെ കാണാൻ പോകുന്ന പോലെ പ്രിയ ഐസക്ക് ചെയ്യാൻ പോകുന്ന പോലെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് ഈ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതല്ലാതെ രക്ഷപ്പെടാൻ ഒരു പഴുത് പോലെ ഈ പുസ്തകപ്രകാരം ഇല്ല. just the same way as Isaac is going to do, God willing, a few minutes from now, there is no other loophole whereby man can be saved from searching the scriptures entirely. ഈ വരുന്ന സമ്മറിൽ ഞാൻ കൺസ്ട്രക്ഷൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 40 വർഷം പൂർത്തിയാകും. And in the next summer, God willing, it will be 40 years since I started my construction job. ഇത്രയും വർഷം ഒരു ജോലി തന്നെ ചെയ്ത് ആരെങ്കിലും നിങ്ങളിലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. I don't know if anybody is there who has done the same job for these many 4 decades. കൺസ്ട്രക്ഷനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ഒരു
സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അത് അവസാന വാക്കൊന്നുമല്ല. And if I make a statement about construction, that is not the final word. പക്ഷെ കൺസിഡർ ചെയ്യാൻ വർത്താത്. But it is worth to consider it. അതുപോലെ കഴിഞ്ഞ 30 വർഷമായിട്ട് ഒത്തിരി സമയം ഇതിന്റെ മുമ്പിൽ ചെലവഴിക്കുന്നു. I've spent before the word of God for the past 3 decades. ഇപ്പോഴും അത് I ചെയ്തുകൊണ്ടിരിക്കുന്നത്. continue to learn this word. അതുകൊണ്ട് ഇന്ന് പോൽക്കാലം കൺസിഡർ ചെയ്യുകയെങ്കിലും ചെയ്യണമെന്ന് ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ. Let me urge you to at least consider what I'm saying this morning. സ്നാനപ്പെട്ടിട്ടല്ലാതെ അക്കരെ കടക്കാൻ ഒരു There is no other മാർഗ്ഗവുമില്ല. loophole but to go to the presence of God but through baptism. നിങ്ങൾ എത്ര വേണമെങ്കിലും ആർഗ്യു ചെയ്തു. You can argue, deliberate anymore. അതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നാനപ്പെട്ടവരോടും കൂടെ ഒരു കാര്യം പറഞ്ഞ എന്റെ വാക്കുകൾ And let me cut short by giving one word to the people who have already been baptized. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, അവര് ചെങ്കടൽ കടന്ന് മോശയോട് ചേർന്നു. And in the book of Corinthians we read that they crossed over the Red Sea and joined to Moses. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. God was not pleased in most of them. 6 ലക്ഷം പേര് പുറപ്പെട്ടതിൽ 2 പേർക്ക് അക്കരെ ചെല്ലാൻ പറ്റിയുള്ളൂ. 600,000 people plus exited out of the land of Egypt. Only 2 people out of that entered into the land of Canaan. ഇത് തന്നെ എബ്രായ ലേഖനത്തിലും And in the book of Hebrews അത് തന്നെ യൂദായുടെ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. and in the epistle of Jude also we can read it. ദൈവം തന്നെ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചിട്ടും പിന്നത്തേതിൽ അവൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് Even വായിക്കുന്നു. though God delivered and redeemed the people of Israel from the land of Egypt, after that God put them to punishment. സ്നാനം എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. Oh, baptism is just a beginning. ഇവരാരും എത്തിയില്ലെന്ന് പറഞ്ഞിട്ട് എബ്രായ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നു. Hebrews chapter 3 verse 14, after the writer says that God was not pleased in any of these people, he says if you hold on to your first faith until the very last breath of your life, you will be able to be in the presence of God. ഇക്കാലത്ത് നമുക്കറിയാം ഒത്തിരി കരിസ്മാറ്റിക് ഗ്രൂപ്പുകളുണ്ട്. There are so many charismatic groups in this അവര് world. ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവര് അന്യഭാഷയിൽ ആരാധിക്കുന്നു, അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. ഇത്രയും ദൈവം ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്നാനപ്പെട്ടില്ലെങ്കിലും ദൈവത്തിന് ഞങ്ങൾ പ്രസാദം ഉള്ളത് കൊണ്ടല്ലേ ഇതൊക്കെ They നടക്കുന്നത്. worship in other tongues, they do a lot of things and mighty works happen, and they try to rationalize saying that God has been working amongst us. What is the point of taking just water baptism? There is no need. പക്ഷെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് അന്ന് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. But in Matthew's Gospel chapter 7, the word of God says, on that day of reckoning, God will say, I never knew you. അതുപോലെ തന്നെ ഈ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം തുടങ്ങുമ്പോൾ എങ്ങനെയാ വായിക്കുന്നത്, അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത ഒരു സഭ. And in 1 Corinthians you can also read that they got baptized, they got saved, they got baptized, they also were filled in the Holy Spirit, they had all the gifts of the anointing. പക്ഷെ 2 കൊരിന്ത്യ ലേഖനം രണ്ടാമത്തെ കൊരിന്ത്യ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. But in the second epistle of Corinthians, Paul writes that examine yourself as to whether you're still in the faith. എന്ന് പറഞ്ഞാൽ കരിസ്മാറ്റിക്കാരോട് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എല്ലാ കൃപാവരങ്ങളും ഒരിക്കൽ പ്രാപിച്ചതാണ്, എന്നാൽ പോലും അവസാനത്തോളം വിശ്വാസം മുറുകെ പിടിച്ചില്ല എങ്കിൽ അക്കരെ കടക്കാൻ സാധ്യതയില്ലെന്ന് ഈ തിരുവെഴുത്ത് പറയുന്നു. So just the same way as we are speaking to the charismatics or any groups of people that do not fully embrace the truth of the word of God, if you do not hold on to your faith until the very last moment, even to the denominationalized Pentecostal churches, we will not be able to enter into the presence of God. എന്നെ കേൾക്കുന്ന ഈ 2 ഗ്രൂപ്പുകാരോട് ഇതൊന്ന് കൺസിഡർ ചെയ്യാൻ ദീർഘവർഷങ്ങളായി ദൈവവചനം പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. So to the 2 groups of people who are listening to us, because I've been learning the word of God for so many years, I urge you, I beseech you, I plead with you that you will at least consider these 2 things. സൺഡേയിൽ ഞാൻ ഇനി ഒരിക്കലും മെസ്സേജ് പറയുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നത് സമയം കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുമെന്നുള്ള ഡൗട്ട് കൊണ്ടാണ്. And I did not want to speak on Sundays because I was very much hesitant and apprehensive about controlling time. ഇന്ന് ഞാൻ കറക്റ്റ് 30 മിനിറ്റ്സിൽ തീർത്തു. ദൈവം നിങ്ങളെ